നോക്ക് അബ്ദുള്ള, ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ അതുപോലെ മറ്റ് AI ടൂൾസുകളൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ ഈ ട്രാൻസ്ലേഷൻ വർക്കുകൾക്കൊക്കെ? ട്രാൻസ്ലേഷൻ നമ്മുടെ ആക്ടിവിറ്റിയാണ്. നമ്മൾ പല ആളുകളുടെ ഡോക്യുമെൻറ്റ്സും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മെഷീൻ മാത്രം ചെയ്താൽ മതിയാവില്ല എന്നുള്ളത്. പല സംഗതികളും ഇപ്പോൾ ഒരു കൾച്ചറൽ സാധനം വരുന്നത്, ഇപ്പോൾ ഒരു പോയട്രി വരുന്നത്, ഇതൊന്നും മെഷീനിൽ അതിൻ്റെ ആ സെൻസ് കിട്ടൂല. ഇപ്പോൾ ഇത് അൽ യദുൽ വാഹിദത്തു ലാ തസ്ഫഖ്. അപ്പോൾ അതിന് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ വരിക സിംഗിൾ ഹാൻഡ് ഡസിൻ ക്ലാപ്പ് എന്ന് വരിക. അപ്പോൾ ആ സെൻസ് അവിടെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അതല്ല, നമ്മളിപ്പോൾ ഒരു കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്താൽ അതിലൊക്കെ ഒരുപാട് സംഗതികൾ, ടെർമിനോളജീസ് എന്താവുന്നില്ല, കറക്റ്റ് കൺവേ ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മെഷീനിൽ. ഇപ്പോൾ നമ്മൾ ജോയ് ആൽക്കാസിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞതിൽ, അപ്പോൾ അതിൽ EGP എന്ന് പറഞ്ഞൊരു ടൈമുണ്ട് അവരയച്ചെന്ന്, EGP. അപ്പോൾ അത് നമ്മൾ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് വരില്ല, വേറെ എന്തൊക്കെയോ ആണ് വരുന്നത്. അപ്പോൾ അത് അവരുടെ ഈസി ഗോൾഡ് പേയ്മെൻറ്റ് സ്കീം അങ്ങനെ തോന്നും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി, അത് തിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അറബിയിൽ ചെയ്യണം, മന്ത്ലി പേയ്മെൻറ്റ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ടൂൾസും, അത് ടീച്ചിങ്ങിലാണെങ്കിലും ട്രാൻസ്ലേഷൻ ഡിസൈനിങ്ങിലാണെങ്കിലും ഒക്കെ ഈ AI ടൂൾസ്, ChatGPT, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഇതൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് സംഗതികൾ നമുക്ക് യൂസ്ഫുള്ളാണ്. പക്ഷേ അത് അവരുടെ ഒരു ഹെൽപ്പോട് കൂടെ അതിൻ്റെ ഫൈനൽ പ്രിസൈസായിട്ട് അതിനെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അവിടെ മനുഷ്യൻ്റെ ബുദ്ധി പ്രയോഗിച്ചാലേ അത് കറക്റ്റ് അക്യുറേറ്റ് ആവുള്ളൂ. അപ്പോൾ അതാണ് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അവസാനം നമ്മൾ ബുദ്ധി കൊണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. അതിന് നമുക്ക് നോളജ് വേണം. അതിനാണ് ഇപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യം.